ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പഠിച്ചോനെ എന്നെപ്പോലെ ഈ കാലഘട്ടത്തിൽ ഒരാളില്ലേരോ അവർ ഔസുല്ലാദമിന്റെ കൂട്ടത്തിലും റിഫായി ശൈഖിന്റെ കൂട്ടത്തിലും എന്നെ വേണമെങ്കിൽ കൂട്ടി പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പോ ആനകൾക്ക് വരെ, കാട്ടാനകൾക്ക് വരെ പേടി. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എല്ലാ വസ്തുക്കളും അവരെ ഭയപ്പെടുത്തും. ഇതിനേക്കാൾ വലിയ പദവി ഇവിടെ എന്താണ് കിട്ടാനുള്ളത്? അൽഹംദുലില്ലാഹ് എല്ലാ തരീഖത്തും. പക്ഷേ ഒറ്റ കാര്യം പറയാൻ നിർത്തുകയാണ്. ലാ യരിഫുൽ വലിയ ഇല്ലൽ വലിയ ഔലിയാക്കൾക്കല്ല അറിയില്ല. അല്ലാത്ത കച്ചവടക്കാർ ഇത് പറയാൻ പോകണ്ട. ഓരോരുത്തർ ഈമാൻ പോയിപ്പോ അങ്ങനെ ഇപ്പൊ പറയുന്ന കേട്ടാൽ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം പറയുന്നറിയോ. ഞാൻ രോഗം മാറ്റി ഊറ് പറഞ്ഞില്ലേ, രോഗം മാറ്റല് അല്ലല്ലേ? ആർക്കാ സംശയമുള്ള അല്ലല്ല? അള്ളാഹു തന്നെയാണ്. അത് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒന്നും കാണാത്തൊരവസ്ഥയിൽ പറയുന്ന വാക്കാണെങ്കിൽ അവരെ പറ്റി അറിയാത്തവരൊന്നും മിണ്ടാതിരിക്കലാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. പഴപ്പിനറിയാത്ത വസ്തുപൂജാനെന്നോവർ എന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മടൂരി വലിയുല്ലാഹി ആരാണെന്ന് ആർക്കാണ് അറിയാം? എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, എന്നോട് സിയമ്പൊരുന്നൊരിക്കൽ പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മഹബത്തും സുഹബത്തും ഖിദ്മത്തും അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മൾ മഹബത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടി. ഈ കൂടിയതും ഇതൊക്കെ ഒരു ഖിദ്മത്തായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. മഹബത്തും ഖിദ്മത്തും, മഹബത്തും സുഹബത്തും ഖിദ്മത്തും. മഹബത്തുണ്ടെങ്കിലേ സുഹബത്തുണ്ടാവുള്ളൂ, സുഹബത്തുണ്ടെങ്കിലേ ഖിദ്മത്തിന് സാധിക്കൂ. അതിന് ഉദാഹരണം എന്നോട് പറയണം. നോക്കൂ, എൻ്റെ പിതാവ് അവരെടുത്ത് ഓതിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടയം ശൈഖ്. കോട്ടയം ശൈഖ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ, രണ്ടാടി അബൂബക്കർ ഹാജി എന്നാ പറയുക. നമുക്ക് അങ്ങനെ പറയാൻ പാടുന്നത് ഓർമ്മയില്ല. എത്ര വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. അവർ എൻ്റെ പിതാവിനെടുത്ത് ഓതിയ ആളായിരുന്നു. അന്ന് ബാപ്പ ഹജ്ജിന് പോകുമ്പോൾ ബോംബെ വരെ ബഹുമാനപ്പെട്ട കോട്ടയം ശൈഖ് അവരെ യാത്രയേക്കാൻ പോയി. ഇന്ന് പോകുമ്പോൾ കാറിൽ വേക്കരിക്കുന്നതല്ല അണി, കെട്ടും മാറാപ്പും എടുത്ത് കായ് പിടിച്ച് വേണ്ടി കൊണ്ടെടുക്കണോ, എന്താ പാട്. അങ്ങനെ ഖാദിമായി. പിന്നീട് എന്ത് സംഭവിച്ചു? മൻ ഖദിമ ഖുദിമാ. ബഹുമാനപ്പെട്ട ഈ അബൂബക്കർ, രണ്ടാടി അബൂബക്കർ ഹാജി ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിൽ പോയി 10 കൊല്ലം നിന്നിട്ട് ഖാദിരിയത്തിൻ്റെ ഖിലാഫത്തുമായി ഇവിടെ വരികയാണ്. രണ്ടാടി വന്ന് 2 വീടുണ്ടാക്കി. ഒന്ന് വിരുന്നുകാരെ സൽക്കരിക്കാൻ, നല്ല റാത്തീവും പരിപാടിയുമായിട്ട്. എന്തായിരുന്നു സാർ. കേരളത്തിലെ വടകര ഉമ്മദായി തങ്ങളടക്കമുള്ള വലിയ 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 പ്രഗത്ഭന്മാരായ ആലിമീങ്ങളൊക്കെ അവരെ മുരീദന്മാരാണ്. അവരെല്ലാവരും അവിടെ എല്ലാവരും പോണ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാൻ്റെ വാപ്പയും 3 കൂടി അവിടെ പോവുകയാണ്. അവിടെ ആ കാലത്ത് ചെന്നാൽ ഓരോ സമയത്ത് ഓരോ നിയമമാണ്. രാത്രി ആടാൻ കയറ്റൂല. ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയത്താണ് ഇവലാട് ചെന്ന് വെറുതെ എപ്പോൾ പോകാൻ പറയുന്നത് അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. കൂടുള്ളവർ ഓരോ ഉസ്താദിൽ ഇത്ര വലിയ മഹാനുണ്ട്, എന്താ പോകാൻ പറയുന്നത്? മനസ്സിലാകപ്പാടെ സംശയം. അങ്ങനെ രാവിലെ വന്നപ്പോൾ 4 ആളും ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ കരുതുന്ന പറയുന്നത്. ഒരങ്ങനെ കാര്യപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് ചെന്നപാട് കൂവ തക്കിയിരിക്കണം, വെള്ളം തൽക്കരിക്കണം, ചുവന്ന പൂങ്കോയിനെ അറുത്തിട്ട് മഞ്ഞച്ചോറ് കിട്ടണം. നമ്മൾ അങ്ങോട്ടൊന്നും പറയാണ്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. അങ്ങനെ മനസ്സിലാക്കി. ഈ 3 ഓറ് പറയുകയാണല്ലോ, ഹാദിമ്യങ്ങളോട് പോയിട്ട് കൂവ മേടിച്ചിട്ടുണ്ടാവും. കൂവ അവിടെ ഇടയില്ല, ആ മരുന്ന് പിടിയുണ്ടാവും, അവിടെ പോയി മേടിച്ചിട്ടുണ്ടാന്ന് അറിഞ്ഞാൽ അത് കാച്ചി വെച്ച് കൊടുത്ത്, നേർച്ച വന്ന് കോഴിയുണ്ട് അത് അറുത്തിട്ട് മഞ്ഞച്ചോറും വെച്ച് കൊടുത്തു. ലോഹർക്ക് നിൽക്കരിക്കൽ ഇമാമത്തോറെല്ലാം നിൽക്കുക. തിരിഞ്ഞ പാട് ഖാദിരിയത്തിൻ്റെ തരീഖത്ത് കൊടുത്താൽ. അപ്പം ഞാൻ പറയുന്നത്, അന്ന് ശിഷ്യനായ ആളെ പിന്നീട് ശൈഖായി സ്വീകരിക്കുകയാണ്. എൻ്റെ ബാപ്പ തൻ്റെ ഇടയാണ്, പ്രാപ്തനാണെന്ന് പറഞ്ഞ ആ തൻ്റെ ഇടം ഒത്തിറ വലിയ വിനയം കാണിക്കുന്ന വലിയ മഹാൻ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് എന്താ സ്ഥിതി. അപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാൻ്റെ കറാമത്ത്, എൻ്റെ മോമിനിങ്ങളെ, ഈ മഹബത്തും സുഹബത്തും ഖിദ്മത്തും വേണമെന്ന് പറഞ്ഞവർ അവരെ പണി കേൾക്കണം. എന്താ ചെയ്തത്? ഇവിടെ പരീറ്റിയല്ലേ, മുപ്പരെ പേരെന്തായാലും പരീറ്റിയല്ലേ മുപ്പരെ പേര്, ബാപ്പൻ്റെ പേര് അലിക്കുട്ടി ഹാജി. അലിക്കുട്ടി ഹാജിൻ്റെ മമ്മോച്ചങ്ങാക്കൻ്റെ പെങ്ങളെ ഭർത്താവാണ്. ആ അമ്മ ഇപ്പം അടുത്ത് മരിച്ച. അല്ലാഹു ആഖിറ വിളിച്ചായി കൊടുക്കുമാറാകട്ടെ.
ഞാനവിടെ ചെന്ന് എന്നോട് എപ്പോഴും കഥ പറയും, മോനെ മലയം ഉസ്താദിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് CM വലിയുള്ളാഹി ചോറ്റിൻ്റെ പാത്രവുമായി ഇവിടെ ചോറ് വാങ്ങാൻ വരുമായിരുന്നു. ഞാനും അവരോട് ഒരു പലകമ്മ 2 പലകമ്മ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ചോറ് കൊണ്ടുവരുന്നത്. കണ്ടോ, അവരാ കാലത്ത് ഉസ്താദിൻ്റെ ഖിദ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ പദവിയാ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വെല്ലൂർ വാഖിയാത്ത് സ്വാലിഹാത്തിൽ ഫസ്റ്റ് റാങ്ക് പാസ്സായി ഇവിടെ വന്ന് 10 കൊല്ലം ദർസെടുത്തി ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു തങ്ങളുടെ അടുക്കൽ ഏകദേശം 9 കൊല്ലം താമസിച്ചപ്പോൾ അവരുടെ എല്ലാ ഖിദ്മത്തും ബഹുമാനപ്പെട്ടവരാ ചെയ്തത്. പിന്നെന്താ പറയാൻ, ഒരു മനുഷ്യരെ എങ്ങനെ ഖിദ്മത്തെടുക്കാൻ സാധിക്കുമോ, തയ്യാറാവുമോ? അതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല നൽകിയ പദവി കൊടുവള്ളിയിലെ തെയ്യര് തൊടുകയിലെ അഹമ്മദാജിൻ്റെ ബേക്കിൽ പൊരൻ്റെ ബേക്കിൽ നിന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പഠിച്ചോനെ എന്നെപ്പോലെ ഈ കാലഘട്ടത്തിൽ ഒരാളില്ലേരോ അവർ ഔസുല്ലാദമിൻ്റെ കൂട്ടത്തിലും റിഫായി ശൈഖിൻ്റെ കൂട്ടത്തിലും എന്നെ വേണമെങ്കിൽ കൂട്ടി പറയാം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പദവിയാ. ഇതിപ്പോൾ അങ്ങോട്ട് പറയാൻ നിന്നാൽ ഞാനിങ്ങനെ പറഞ്ഞ് നീണ്ടുപോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിർത്തുകയല്ലേ. അതായത് ഓർക്ക് അല്ലാഹു കൊടുത്ത പദവി, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഈ ഖിദ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കൊടുത്തത്. വയനാട്ടിൽ 14 ആനകൾ പോകുന്ന വഴിക്ക് പറയണല്ലേ, 14 കഷ്ണം കരിമ്പെടുക്കുന്നു. ഇതെടുത്ത് പോയിട്ട് വരിയായി ആനൻ്റെ തൊള്ളയിൽ വെച്ച് കൊടുക്കുകയല്ലേ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തച്ചമ്പോയിലെ അസ്സൻ സാഹിബ് എന്ന് പറഞ്ഞ ആള്. ഉപ്പ കൂടെ ഉണ്ടല്ലേ. ഈ അസ്സൻ സാഹിബിനോട് ഓര് പറയാണ് പോലെ, ഇതാ കൈ വെച്ച് നോക്കൂ, നല്ല ചൂടുണ്ട്. ആനൻ്റെ തൊള്ളയിൽ നാവുമ്മൽ കൈ വെച്ച് പോകും. എന്നിട്ട് ഈ അസ്സൻ സാഹിബ് നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, ഞാനെന്തോ കഥ പറയാൻ വിചാരിക്കണ്ട. ഈ അസ്സമായി മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് സുൽത്താനുലമ ആട് പോയിട്ട് മൂപ്പർക്ക് ദ്വാരന്ന് കൊടുക്കുകയും മയ്യത്ത് കഴിക്കുകയും മൂപ്പർക്ക് എന്തോ ഒരു സ്നേഹമായിരുന്നു സുൽത്താനുലമക്ക്. CM വലിയുള്ള വഫാത്തായപ്പോൾ ആദ്യമായി ഓറപ്പറ്റി ഒരു പാട്ടുണ്ടാക്കിയത് ഈ അസ്സൻ സാഹിബ അച്ചമ്പോയിലെ. ബഹുമാനപ്പെട്ട ശംസുലമ, ഇവിടുത്തെ പണ്ഡിതന്മാരല്ലേ, തുല്യതയില്ലാത്ത പണ്ഡിതന്മാരല്ലേ. ശംസുലമ ആ പാട്ട് കേട്ടിട്ട് ആദ്യം 100 രൂപ കൊടുത്ത് സമ്മാനം കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത ആളാണ്. മനസ്സിലായോ? ഈ അസ്സൻ സാഹിബ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ബാപ്പയുണ്ടല്ലേ, നിങ്ങളെ ബാപ്പ എനിക്കിപ്പോൾ ശരിക്കും അറിയാം. എനിക്ക് നിങ്ങളെ ബാപ്പ മോനാന്നൊക്കെ ഓർമ്മല്ലേ, എന്നോട് പറയും ഈ കഥയൊക്കെ. എയർപോർട്ടിൻ്റെ കൂടുതൽ പോയ ഒരു തലയ്ക്കെട്ട് കിട്ടേനും ബാപ്പല്ലേ. അത് തന്നെ, പൊക്കം കുറഞ്ഞിട്ട് 5 കൊല്ലം ഞാൻ കൂടെ നടന്നു. ഞാൻ ഒപ്പരങ്ങ് നടക്കണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആനകൾക്ക് വരെ, കാട്ടാനകൾക്ക് വരെ പേടി. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും അവരെ ഭയപ്പെടുത്തും. ഇതിനേക്കാൾ വലിയ പദവി ഇവിടെ എന്താണ് കിട്ടാനുള്ളത്? അൽഹംദുലില്ലാഹ്, എല്ലാ തരീഖത്തും. പക്ഷേ ഒറ്റ കാര്യം പറയാൻ നിർത്തുകയാണ്. ലാ യരിഫുൽ വലിയ ഇല്ലൽ വലിയ ഔലിയാക്കൾക്കല്ല അറിയില്ല. അല്ലാത്ത കച്ചവടക്കാർ ഇത് പറയാൻ പോകണ്ട. ഓരോരുത്തർ ഈമാൻ പോയിപ്പോ അങ്ങനെ ഇപ്പോൾ പറയുന്ന കേട്ടാൽ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം പറയുന്നറിയോ. ഞാൻ രോഗം മാറ്റിയെന്ന് പറഞ്ഞില്ലേ, രോഗം മാറ്റൽ അല്ലല്ലേ? ആർക്കും സംശയമുള്ള അല്ലല്ല, അല്ലാഹു തന്നെയാണ്. അത് ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒന്നും കാണാത്തൊരവസ്ഥയിൽ പറയുന്ന വാക്കാണെങ്കിൽ അവരെ പറ്റി അറിയാത്തവരൊന്നും മിണ്ടാതിരിക്കലാണ്. അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അവരെ അറിയില്ല, അവരാളുകളെ അറിയില്ല. ഒറ്റ കാര്യം നമുക്കറിയാം, ബഹുമാനപ്പെട്ട MKM കോയമുസ്ലിയാർ സുബ്ഹാനല്ലാഹ് 17 കൊല്ലം മടവൂരിൽ വെച്ചിട്ട് അവരെ പറ്റി മണിക്കൂറുകളോളം പ്രസംഗിക്കും. ഇക്കൊല്ലം പറഞ്ഞ് അടുത്തൊല്ലം ഒരു പറയൂല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പണ്ഡിതനാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുലമ. നമുക്ക് സംശയമില്ല. ബഹുമാനപ്പെട്ട വടകര ഊരിനെ പറയുന്ന പോലെ ആർക്കാ തിരിയാന്ന്? എങ്ങനെ തിരിയാനാ? മാരിഫത്തുൽ വലി അസ്അബു ബി മാരിഫത്തില്ലാഹ്, ലാ യഅരിഫുൽ വലിയ്യൽ വലിയ്യു എന്നല്ലേ അബുൽ അബ്ബാസിൽ മർസി റളിയല്ലാഹു നിങ്ങൾ പറഞ്ഞത്. പിന്നെ നമ്മളെന്താക്കാനാ? നമുക്കങ്ങനെ മനസ്സിലാക്കാം. ഏതായാലും പഴപ്പിനറിയാത്ത വസ്തുവിചാരെന്നോവർ എന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മടവൂരി വലിയുള്ളാഹി ആരാണെന്ന് ആർക്കാണ് അറിയാം?